ആളിനെ ടേബിളിലേക്ക് കയറ്റി കിടത്തിയിട്ടുണ്ട്. ഇത് നമ്മള് ഫസ്റ്റത്തെ ആള് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. കാരണം അവിടെ നൗഷാദൊക്കെ ഭക്ഷണം കൊടുത്തിരുന്നതാണ്. അപ്പോൾ അവളെ തൽക്കാലം നിർത്തിയിരിക്കുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലാണ്. അവരുടെ സ്നേഹം കൊണ്ട് അവിടെ നിൽക്കുക. ഇപ്പോൾ ഇതിനെ വണ്ടി ഇടിച്ചതോ ആരോ അടിച്ചതോ ആണ്. ഇവിടുന്ന് മേലോട്ട് ആക്റ്റീവാണ്, നമ്മളെ കയ്യെ കുത്തിയിട്ടാണ് ഇരിക്കുക. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് സാധാരണ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവർ ചലനശേഷി നഷ്ടപ്പെടും, കാല് നഷ്ടപ്പെടും, വാലാട്ടുന്നത് നഷ്ടപ്പെടും. അങ്ങനെ ഇതേ സ്പോട്ടിൽ കിടന്ന് നിരങ്ങുക. അങ്ങനെ നിരങ്ങിയിട്ടാണ് അടിഭാഗമൊക്കെ വരെ പൊട്ടുന്നത്, കൈകാൽ പൊട്ടുക, ഇവിടെ പൊട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്രത്തോളം ഞരമ്പിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് സെൻസ് ചെയ്യേണ്ടത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആണ് ഇതിൻ്റെ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ചിലപ്പോൾ കംപ്ലീറ്റ് ഡാമേജ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ നമ്മൾ നിർഭാഗ്യകരമാവും. എന്തായാലും നമുക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാകുമെന്ന് വിചാരിക്കുക, രക്ഷപ്പെടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ട്രൈ ചെയ്യാണ്, നോക്കട്ടെ എന്തായാലും. ഇത് നമ്മൾ രണ്ടാമത്തെ ആൾ കേട്ടോ, ബ്ലാക്ക്. അപ്പോൾ ആൾക്ക് മറ്റാളെക്കാട്ടി കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇയാൾ ഒന്നും കൂടി ഉയരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും മറ്റാൾക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ട്. ഇനി ഡെയിലി ന്യൂറോബാം കൊടുക്കണം. അടുത്ത ആഴ്ച വീണ്ടും അടിക്കണം. അത് ഇവിടെ ആയിട്ടാണ് അടിക്കുന്നത്, ഉള്ളിലേക്കായിട്ട്. മറ്റാൾക്ക് ചെറുതായിട്ട് കാലൊക്കെ സെൻസ് ചെയ്യുന്നുണ്ട്, ഇയാൾ ചെറുതായിട്ട് വാലൊക്കെ ആട്ടുന്നുണ്ട്. അപ്പോൾ എന്താ, നല്ല പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം, നോക്കട്ടെ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ നിർത്താനുള്ള സ്പേസിന്റെ കാര്യമാണ്. എന്തായാലും നമ്മൾ ഷെൽട്ടർ എത്രയും പെട്ടെന്ന് റെഡിയാവും. അതിന് നിങ്ങളൊക്കെ സഹായം കൂടിയേ തീരും, എന്നാലും നമുക്ക് ഇനിയും ആളുകൾ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇയാളെ ഇനി നോക്കട്ടെ.